നമസ്കാരം. ചോദിച്ച ഒടുവിൽ കേന്ദ്രം കനിഞ്ഞു. രാജ്യത്ത് നടന്ന പ്രകൃതി ദുരന്തങ്ങളിൽ സഹായം പ്രഖ്യാപിച്ച കേന്ദ്ര സർക്കാർ വയനാടിന് മാത്രം 260.56 കോടി രൂപ അനുവദിച്ചു. ദുരന്ത നിവാരണ നിധിയിൽ നിന്നുമുള്ള അധിക സഹായം അനുവദിക്കുന്നതിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല. പ്രളയം ബാധിച്ച സംസ്ഥാനങ്ങളെ സഹായിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വം സദാ സന്നദ്ധമാണെന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചത്. ടോപ് 10ലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം ഇന്നത്തെ 10 പ്രധാനപ്പെട്ട വാർത്തകൾ. വയനാട് പുനരധിവാസത്തിന് 260.56 രൂപ അനുവദിച്ച് കേന്ദ്രം. കേരളം ഉൾപ്പെടെ 9 സംസ്ഥാനങ്ങൾക്ക് 4,645 കോടി രൂപയുടെ സഹായം. അസമിന് 1,270 കോടി. വെള്ളപ്പൊക്ക പ്രതിരോധ പദ്ധതിയിൽ തിരുവനന്തപുരം ഉൾപ്പെടെ 11 നഗരങ്ങൾക്കായി 2,444 കോടി രൂപയും അനുവദിച്ചു. തീരുമാനം അമിത്ഷായുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ വഴിത്തിരിവ്. 2019 അറ്റകുറ്റപ്പണിക്കായി ചെന്നൈയിലേക്ക് കൊണ്ടുപോയ സ്വർണ്ണപ്പാളി ബംഗളൂരുവിൽ എത്തിച്ചതായി വിജിലൻസ് കണ്ടെത്തൽ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപെടലിൽ ദുരൂഹതയെന്ന് മന്ത്രി VN വാസവൻ. ഭാരക്കുറവ് കണ്ടെത്തിയിട്ടും ദേവസ്വം ബോർഡ് എന്തുകൊണ്ട് നടപടിയെടുത്തില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സംസ്ഥാനത്ത് 1,100 കോടി രൂപയുടെ GST തട്ടിപ്പ് നടന്നെന്ന് പ്രതിപക്ഷം. തെറ്റായ രജിസ്ട്രേഷനിലൂടെ 200 കോടി നഷ്ടമെന്ന് VD സതീശൻ. GST ഇന്റലിജൻസ് വിവരം അറിയിച്ചിട്ടും നടപടിയെടുത്തില്ലെന്നും CBI അന്വേഷണം വേണമെന്നും പ്രതിപക്ഷ നേതാവ്. അമേരിക്കയിൽ സർക്കാർ സ്ഥാപനങ്ങൾ കടുത്ത പ്രതിസന്ധിയിൽ. സർക്കാർ ചെലവിനുള്ള ധനകാര്യ ബിൽ പാസാക്കിയില്ല. 7.5 ലക്ഷം ഫെഡറൽ ജീവനക്കാർ ശമ്പളമില്ലാത്ത നിർബന്ധിത അവധിയിലേക്ക്. ഇന്ത്യ റഷ്യ ഉച്ചകോടിക്കായി വ്ളാഡിമിർ പുടിൻ ഡിസംബറിൽ ഇന്ത്യ സന്ദർശിക്കും. കേരള സർവകലാശാലയിൽ SFI VC പോര് പുതിയ തലത്തിലേക്ക്. ക്രിമിനൽ കേസ് പ്രതികൾക്ക് അഡ്മിഷൻ നൽകില്ലെന്ന് വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ. കോളേജുകൾക്ക് സർക്കുലർ നൽകി. പ്രതിഷേധവുമായി SFI. ദേശീയപാതയിൽ കോഴിക്കോട് പന്തീരങ്കാവിലെ ടോൾ പിരിവിനെതിരെ പ്രദേശവാസികൾ സമരത്തിലേക്ക്. ടോൾ പിരിവിൽ നിന്നും ഒഴിവാക്കണമെന്നും സർവീസ് റോഡ് നിർമ്മാണം കാര്യക്ഷമമല്ലെന്നും നാട്ടുകാർ. ടോപ് 10 സ്പെഷ്യൽ. RSS ശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഷ്ട്ര നന്മയാണ് RSSന്റെ മുഖമുദ്രയെന്ന് മോദി. പ്രത്യേക തപാൽ സ്റ്റാമ്പും നാണയവും പുറത്തിറക്കി. യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ വമ്പൻ പോരാട്ടം. PSG ബാഴ്സലോണ മത്സരം രാത്രി 12:30 മുതൽ. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ പ്രസിഡന്റ് മൊഹസിൻ നഖ്വിയെ ഇംപീച്ച് ചെയ്യാനുള്ള നീക്കവുമായി BCCI. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 1ാം ക്രിക്കറ്റ് ടെസ്റ്റിന് നാളെ അഹമ്മദാബാദിൽ തുടക്കം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ നടൻ വിജയ് അവഗണിച്ചതായി റിപ്പോർട്ട്. കരൂർ ദുരന്തത്തിന് പിന്നാലെ ഫോണിൽ വിളിച്ചെങ്കിലും പ്രതികരിക്കാതെ വിജയ്. റാലിയുടെ വീഡിയോ ദൃശ്യങ്ങൾ ഹാജരാക്കാൻ TVK നേതാക്കൾക്ക് നോട്ടീസ്. വാർത്തകൾ വിശദമായി സമഗ്രമായി നോക്കാം. വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും ഒടുവിൽ വയനാട് പുനർനിർമ്മാണത്തിനായി കേന്ദ്ര സർക്കാർ തുക അനുവദിച്ചു. പുനരധിവാസത്തിനും ഏകീകരണത്തിനുമായി കേന്ദ്ര സർക്കാർ അനുവദിച്ച 4,645 കോടി രൂപയിൽ 260.56 കോടി രൂപയാണ് വയനാടിന് അനുവദിച്ചത്. തിരുവനന്തപുരം അടക്കം 11 നഗരങ്ങളിൽ അർബൻ ഫ്ലഡ് റിസ്ക് മാനേജ്മെന്റ് പ്രോഗ്രാം പ്രകാരം 2,444.42 കോടിയും അനുവദിച്ചു. പ്രധാനമന്ത്രി നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടും വയനാട്ടിൽ പുനരധിവാസത്തിനായി തുക അനുവദിക്കാത്തത് വലിയ വിമർശനങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും കാരണമായിരുന്നു. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെയാണ് ഇപ്പോൾ തുക അനുവദിച്ചിരിക്കുന്നത്. മുണ്ടക്കൈ പുനർനിർമ്മാണത്തിനായാണ് കേന്ദ്ര സഹായം അനുവദിച്ചിട്ടുള്ളത്. 260.56 കോടി രൂപയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഉന്നത സമിതി ഇപ്പോൾ അനുവദിച്ചത്. അതേസമയം ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാനം ആവശ്യപ്പെട്ട തുകയുടെ 1/4 പോലും വരില്ല ഈ തുക എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്.
അസമിന് 1270.788 കോടിയും അനുവദിച്ചത് പ്രധാനമാണ്. ഉന്നത അധികാര സമിതിയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാനങ്ങൾക്കായി ആകെ 4645.60 കോടി രൂപയാണ് കേന്ദ്രം അനുവദിച്ചത്. തിരുവനന്തപുരം അടക്കം 11 നഗരങ്ങളിൽ അർബൻ ഫ്ലഡ് റിസ്ക് മാനേജ്മെന്റ് പ്രോഗ്രാം പ്രകാരം 2444.42 കോടിയും അനുവദിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, ഗുവാഹത്തി, ഭോപ്പാൽ, വിശാഖപട്ടണം, ലക്നൌ തുടങ്ങിയ സിറ്റികൾക്കാണ് തുക അനുവദിച്ചിട്ടുള്ളത്. വയനാട് പുനർനിർമ്മാണത്തിനായി PDNA-യിൽ നിന്നും 2221 കോടി രൂപയാണ് കേരളം ആവശ്യപ്പെട്ടത്. ആവശ്യം അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്നായിരുന്നു ആദ്യ ചർച്ചകളിൽ അറിയിച്ചിരുന്നത്. അന്ന് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയുമായുള്ള അന്തിമ ചർച്ചയിൽ പങ്കെടുത്തത് ചീഫ് സെക്രട്ടറി ആയിരുന്നു. ഏതായാലും സംസ്ഥാനം ആവശ്യപ്പെട്ടതിനേക്കാൾ ചെറിയ തുകയാണ് കേന്ദ്രം അനുവദിച്ചത് എന്നതുകൊണ്ട് തന്നെ വലിയ വിമർശനങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും കേന്ദ്ര നിലപാട് കാരണമായേക്കും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. സംസ്ഥാനത്ത് GST വകുപ്പിനെതിരെ ഗുരുതര ആരോപണവുമായി പ്രതിപക്ഷ നേതാവ്. വ്യാജ GST രജിസ്ട്രേഷനിലൂടെ 1100 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നുവെന്നും 200 കോടിയുടെ സാമ്പത്തിക നഷ്ടമുണ്ടായി എന്നും VD സതീശൻ ആരോപിച്ചു. GST വകുപ്പിലെ ഉദ്യോഗസ്ഥർ തട്ടിപ്പിന് കൂട്ടുനിൽക്കുന്നുവെന്നും CBI അന്വേഷണം വേണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. GST രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് കോടികളുടെ തട്ടിപ്പ് നടന്നതായി രേഖകൾ നിരത്തിയാണ് പ്രതിപക്ഷ നേതാവ് ആരോപണം ഉന്നയിക്കുന്നത്. 1100 കോടി രൂപയുടെ വ്യാജ രജിസ്ട്രേഷൻ നടന്നതിലൂടെ 200 കോടി രൂപയുടെ സാമ്പത്തിക നഷ്ടം സംസ്ഥാനത്ത് ഉണ്ടായി. പൂനെ GST ഇന്റലിജൻസ് ഇക്കാര്യം സർക്കാരിനെ അറിയിച്ചിട്ടും രജിസ്ട്രേഷൻ റദ്ദാക്കിയതിനപ്പുറം അന്വേഷണം നടത്താൻ തയ്യാറായില്ല എന്നും തട്ടിപ്പിന് സർക്കാർ കുടപിടിക്കുകയാണെന്നും VD സതീശൻ ആരോപിച്ചു. GST വകുപ്പിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥരുടെ അറിവോടുകൂടിയാണ് തട്ടിപ്പ് നടക്കുന്നതെന്നും ഇപ്പോൾ പുറത്തുവന്നത് മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നു. ഇക്കാര്യത്തിൽ CBI അന്വേഷണമാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. 1100 കോടി രൂപയുടെ ട്രാൻസാക്ഷൻ നടത്തി 200 കോടി രൂപ ഈ ഒറ്റ കേസിൽ മാത്രം സംസ്ഥാനത്തിന് നഷ്ടം വന്നു, GST നഷ്ടം വന്നു. പൂനെയിലെ GST ഇന്റലിജൻസ് ഇത് കണ്ടുപിടിച്ച് സംസ്ഥാന ഗവൺമെന്റിനെ അറിയിച്ചു. ഒരു അന്വേഷണവും നടത്തിയിട്ടില്ല. ഇതിന്റെ പുറകിൽ ആരാണ് പ്രവർത്തിച്ചിരിക്കുന്നത്, ഏത് തട്ടിപ്പുകാരാണ്, ഏത് കാർട്ടലാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു അന്വേഷണവും GST നടത്തിയിട്ടില്ല, നടത്താൻ പോലീസിനോടൊട്ട് ആവശ്യപ്പെട്ടിട്ടില്ല. ഇതൊരു മഞ്ഞുമലയുടെ അഗ്രം മാത്രമാണ് ഈ തട്ടിപ്പ്, ടിപ്പ് ഓഫ് ആൻ ഐസ്ബർഗ്. ഇത് വെറും നികുതി തട്ടിപ്പ് മാത്രമല്ല, ഡാറ്റാ മോഷണം കൂടിയാണെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. നിരന്തരം തട്ടിപ്പ് നടന്നിട്ടും മിണ്ടാതിരുന്ന GST ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണം. ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നികുതി തട്ടിപ്പ് നടത്തുകയും ഡാറ്റാ മോഷണം നടത്തുകയും ചെയ്തിട്ടും സർക്കാർ നടപടി സ്വീകരിച്ചില്ല എന്നത് വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ വഴിത്തിരിവ്. സ്വർണ്ണപ്പാളി ബംഗളൂരുവിൽ എത്തിച്ചെന്ന വിജിലൻസിന്റെ കണ്ടെത്തൽ. ശ്രീറാംപുരയിലെ അയ്യപ്പ ക്ഷേത്രത്തിലാണ് സ്വർണ്ണപ്പാളി എത്തിച്ചത്. ഈ ക്ഷേത്രത്തിലെ മുൻ ശാന്തിക്കാരനായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി. 2019 സംഭവം. ക്ഷേത്രത്തിൽ പൂജ നടത്തുകയും ഭക്തർക്ക് ദർശനത്തിനുള്ള സൗകര്യം ഒരുക്കുകയും ചെയ്തെന്നും ഇത് സംബന്ധിച്ച് വിജിലൻസിന് വിവരം ലഭിച്ചുമെന്നുമാണ് റിപ്പോർട്ട്. വ്യവസായിയായ രമേഷിനൊപ്പം ചേർന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണ്ണപ്പാളി എത്തിച്ചത്. പൂജകൾ നടത്തിയ ശേഷം പാക്ക് ചെയ്ത് കൊണ്ടുപോയെന്നാണ് റിപ്പോർട്ട്. അതേസമയം ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിഷയത്തിൽ വലിയ ഗൂഢാലോചന നടന്നുവെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ പ്രതികരിച്ചു. അയ്യപ്പ സംഗമം നടക്കാൻ 5 ദിവസം ബാക്കി നിൽക്കെയാണ് പീഡം വാർത്ത വന്നത്. ആസൂത്രിതമായ ദുരുദ്ദേശത്തോടെയുള്ള നീക്കം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായെന്നും VN വാസവൻ കോട്ടയത്ത് പറഞ്ഞു. അതിൻ്റെ പിന്നിൽ പതിയിരുന്ന ആസൂത്രിതമായ ദുരുദ്ദേശത്തോടുകൂടി നീക്കവും ഇതെല്ലാം വളരെ സമർത്ഥമായി കൈകാര്യം ചെയ്തിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്തു നിന്നുള്ള ഗൂഢനീക്കങ്ങളുമെല്ലാം വെളിയിൽ വരാൻ ഏറെ സഹായകരമാണ് ഈ അന്വേഷണം. ശബരിമലയിലെ ദ്വാരപാലക ശില്പ വിവാദത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. സ്പോൺസർ മാത്രമായ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരുടെ ബിനാമിയാണെന്നും VD സതീശൻ ചോദിച്ചു. പിന്നെ ആരാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി? എന്താണ് ഈ സ്പോൺസർക്ക് ഉള്ള പ്രത്യേകത? വൻ തുക ഭക്തന്മാരുടെ കയ്യിൽ നിന്നും തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം ദേവസ്വം ബോർഡും സർക്കാരും കൂട്ടുനിന്നു. അയ്യപ്പന്റെ സ്വർണ്ണം അടിച്ചു മാറ്റിയ ആളുകളാണ് അയ്യപ്പ സംഗമം നടത്തിയത്. എന്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും സർക്കാരും ദേവസ്വം ബോർഡും ഒക്കെ ആയിട്ടുള്ള ബന്ധം? ആരുടെ ബിനാമിയാണ്? സ്വർണ്ണപ്പാളി വിഷയത്തിൽ ഇപ്പോൾ സമഗ്ര അന്വേഷണം നടത്തിയിട്ട് കാര്യമില്ലെന്നും സർക്കാരും ദേവസ്വം ബോർഡും ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ് വേണ്ടതെന്നും മുൻ കേന്ദ്രമന്ത്രി V മുരളീധരനും വ്യക്തമാക്കി. ഇപ്പോഴത്തെ പ്രസിഡന്റ് PS പ്രശാന്തിനും മുൻ പ്രസിഡന്റ് പത്മകുമാറിനും ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിക്കും മുൻ മന്ത്രിക്കും ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞുമാറാനാകില്ലെന്നും V മുരളീധരൻ വ്യക്തമാക്കി.
അതിൽ 4 കിലോ തൂക്കത്തിൽ കുറവുണ്ട് എന്നുള്ളത് സർക്കാരിന് അറിയാമെന്നിരിക്കെ, ദേവസ്വം ബോർഡിന് അറിയാമെന്നിരിക്കെ, വീണ്ടും 2025 ഇതേ ആളെ ഈ ചുമതല ഏൽപ്പിക്കാനുള്ള ആ തീരുമാനം എടുത്തതിൽ നിന്ന് ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റ് ശ്രീ പ്രശാന്തിനെ ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും CPM നേതാവുമായ കെ അനന്തഗോപനെതിരെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറും രംഗത്തെത്തി. ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരാരെങ്കിലും അങ്ങനെ വിദേശയാത്ര നടത്തിയിട്ടുണ്ടോ? എന്തിൻ്റെ അടിസ്ഥാനത്തിൽ വിദേശയാത്ര? അതൊക്കെ ഇതെല്ലാം പരിശോധിക്കണമെന്നേ പറഞ്ഞുള്ളൂ. അത് മാനുവലിന്റെ അടിസ്ഥാനത്തിലാണോന്നേ ഞാൻ ചോദിച്ചുള്ളൂ. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. അമേരിക്കയിൽ സർക്കാർ സ്ഥാപനങ്ങൾ കടുത്ത പ്രതിസന്ധിയിൽ. സർക്കാർ ചെലവിനുള്ള ധനകാര്യ ബിൽ പാസാക്കിയില്ല. സ്ഥാപനങ്ങൾ പൂട്ടിയിടേണ്ടി വരും. അവശ്യ സർവീസുകൾ മാത്രമായിരിക്കും പ്രവർത്തിക്കുക. 5 ലക്ഷത്തോളം പേരെ പ്രതിസന്ധി ബാധിക്കും. അതേസമയം ഇവരെ പിരിച്ചുവിടുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. ഗവൺമെന്റിന്റെ പ്രവർത്തന ചെലവിന് ഫണ്ട് ഉറപ്പാക്കാനുള്ള താൽക്കാലിക ഫണ്ടിംഗ് ബിൽ സംബന്ധിച്ച് റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റുകളും തമ്മിലെ ഭിന്നത രൂക്ഷമായതാണ് പ്രതിസന്ധിക്ക് കാരണം. ബില്ലിൽ ആരോഗ്യ സേവന മേഖലയ്ക്ക് കൂടിയുള്ള ഫണ്ടിംഗ് ഉറപ്പാക്കണമെന്ന് ഡെമോക്രാറ്റുകൾ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ബില്ലിൽ ഇനി കൂട്ടിച്ചേർക്കലുകൾ സാധിക്കില്ല എന്നാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നിലപാട്. ട്രംപിന്റെ കടുംപിടുത്തം രാജ്യത്തെ വൻ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയും 5 ലക്ഷത്തോളം ജീവനക്കാർ ശമ്പളമില്ലാതെ അവധിയിൽ പ്രവേശിക്കേണ്ടിയും വന്നു. സമ്മർദ്ദ തന്ത്രത്തിന്റെ ഫലമായി താൽക്കാലിക അവധിയിൽ പോകുന്നവരെ പിരിച്ചുവിടുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. ആശുപത്രി സേവനങ്ങൾ, അതിർത്തി പെട്രോളിംഗ്, എയർ ട്രാഫിക് കൺട്രോൾ എന്നിങ്ങനെ അത്യാവശ്യ സേവന മേഖലകൾ ഒഴികെയുള്ള സർക്കാർ ഓഫീസുകളെല്ലാം പ്രതിസന്ധിയുടെ ഭാഗമായി അടച്ചുപൂട്ടി. ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് അതിർത്തിയിൽ മതിൽ നിർമ്മിക്കുന്നതിന് പണം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ പിടിവാശി കാരണം 35 ദിവസം നീണ്ടുനിന്ന അടച്ചുപൂട്ടലാണ് അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയത്. ഈ ചരിത്രം വ്യക്തമാക്കുന്നത് അടച്ചുപൂട്ടലുകൾ മിക്കപ്പോഴും ആരോഗ്യം, അതിർത്തി സുരക്ഷ തുടങ്ങിയ വിഷയങ്ങളിൽ തങ്ങളുടെ നിലപാട് അംഗീകരിപ്പിക്കാൻ ഒരു പാർട്ടി നടത്തുന്ന തന്ത്രമാണെന്നാണ്. എന്നാൽ ഇത്തരം നീക്കങ്ങൾ രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള സാമ്പത്തിക വളർച്ചയ്ക്ക് ദോഷകരമാണ്. അമേരിക്കൻ സർക്കാർ അടച്ചുപൂട്ടുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയിലെ അനിശ്ചിതത്വം വർദ്ധിപ്പിക്കുകയും അമേരിക്കയ്ക്ക് പുറത്തുള്ള പൗരന്മാരെ നേരിട്ടും അല്ലാതെയും ബാധിക്കുകയും ചെയ്യും. ആരോഗ്യ പരിരക്ഷാ വിഷയത്തിലെ ഈ പോരാട്ടം 2026 ഇടക്കാല തെരഞ്ഞെടുപ്പുകളെ മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് അമൃത TV. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഡിസംബറിൽ ഇന്ത്യ സന്ദർശിക്കും. ഡിസംബർ 5-6 തീയതികളിൽ ഇന്ത്യ സന്ദർശിക്കാനാണ് സാധ്യത. 2022 ഫെബ്രുവരിയിൽ റഷ്യ-യുക്രൈൻ യുദ്ധം ആരംഭിച്ച ശേഷം ഇന്ത്യയിലേക്കുള്ള പുടിന്റെ ആദ്യ യാത്രയായിരിക്കും ഇത്. നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണം പുടിൻ സ്വീകരിച്ചതായി സ്ഥിരീകരിച്ചിരുന്നുവെങ്കിലും തീയതികളിൽ അന്തിമ തീരുമാനമായിരുന്നില്ല. റഷ്യൻ പ്രസിഡന്റ് പ്രധാനമായി എത്തുന്നത് ഇന്ത്യ-റഷ്യ ഉച്ചകോടിക്കാണ്. വ്യാപാരം, പ്രതിരോധം, സാങ്കേതിക വിദ്യ, സഹകരണം എന്നിവയും സന്ദർശനത്തിന്റെ അജണ്ടയിൽ ഉൾപ്പെടും. ഈ വർഷം അവസാനം പ്രസിഡന്റ് പുടിന്റെ ഇന്ത്യ സന്ദർശനത്തിനായി മോസ്കോ തയ്യാറെടുക്കുകയാണെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. റഷ്യയിൽ നിന്നും അസംസ്കൃത എണ്ണ വാങ്ങുന്നതിനെ ചൊല്ലി അമേരിക്കയിൽ നിന്നും ഇന്ത്യക്കെതിരെ സമ്മർദ്ദം തുടരുന്നതിനിടയിലാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിൽ എത്തുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ക്രിമിനൽ കേസ് പ്രതികൾക്ക് പ്രവേശനമില്ലെന്ന തീരുമാനത്തിൽ ഉറച്ച് കേരള VC മോഹനൻ കുന്നുമ്മൽ. ഇക്കാര്യം വ്യക്തമാക്കി കോളേജുകൾക്ക് VC സർക്കുലർ അയച്ചു. പ്രവേശനം നേടുന്നവർ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് സത്യവാങ്മൂലം നൽകണമെന്നും സർക്കുലറിൽ ഉണ്ട്. തീരുമാനത്തിനെതിരെ SFI ഉൾപ്പെടെ വിദ്യാർത്ഥി സംഘടനകൾ രംഗത്തെത്തി. ക്രിമിനൽ കേസുകളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് കോളേജിൽ പ്രവേശനം അനുവദിക്കില്ല എന്ന് കേരള സർവകലാശാല VC മോഹനൻ കുന്നുമ്മൽ നേരത്തെ തന്നെ വ്യക്തമാക്കിയതായിരുന്നു. അതനുസരിച്ചാണ് ഇപ്പോൾ കോളേജുകൾക്ക് സർക്കുലർ നൽകിയിരിക്കുന്നത്. കോളേജിൽ പ്രവേശനം നേടുന്നവർ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന സത്യവാങ്മൂലം നൽകണമെന്നും സർക്കുലറിൽ പറയുന്നു. കോളേജുകളിൽ നിന്ന് ഡീബാർ ചെയ്തിട്ടുണ്ടോ എന്നും, ക്രിമിനൽ കേസുകളിൽ പ്രതികളാണോ എന്നും, സ്ത്രീകൾക്കെതിരായ അതിക്രമ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്നും, പരീക്ഷാ ക്രമക്കേടിന് പിടിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുമുള്ള ചോദ്യങ്ങൾ സത്യവാങ്മൂലത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികൾ ഈ ചോദ്യങ്ങൾക്ക് മറുപടി നൽകണം. സർക്കുലർ ലംഘിക്കുകയാണെങ്കിൽ അധികൃതർക്ക് നടപടി സ്വീകരിക്കാം. സർക്കുലറിനെതിരെ കടുത്ത പ്രതിഷേധവുമായി SFI രംഗത്തുണ്ട്. ചരിത്ര നിഷേധ ഉത്തരവുകൾ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയുമെന്ന് SFI ഫേസ്ബുക്കിൽ കുറിച്ചു. VCയുടെ നടപടിക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കാനാണ് SFIയുടെ തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
ഇനി ടോപ്പ് 10 സ്പെഷ്യൽ സ്റ്റോറിയിലേക്കാണ്. ദേശീയപാതയിൽ കോഴിക്കോട് പന്തീരങ്കാവിലെ ടോൾ പിരിവിനെതിരെ പ്രദേശവാസികൾ സമരത്തിലേക്ക്. പ്രദേശവാസികളെ ടോൾ പിരിവിൽ നിന്നും ഒഴിവാക്കണമെന്നാണ് പ്രധാന ആവശ്യം. സർവീസ് റോഡ് നിർമ്മാണം കാര്യക്ഷമമല്ലെന്നും പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നു. വാർത്തയിലേക്ക്. ദേശീയപാതയിൽ വെങ്ങളത്തിനും രാമനാട്ടുകരയ്ക്കുമിടയിൽ 28 കിലോമീറ്ററിൽ പന്തീരങ്കാവ് കൂടോത്തുംപാറയിലാണ് ടോൾ പിരിവിനൊരുങ്ങുന്നത്. 20 കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്നവർക്ക് പ്രതിമാസം 300 രൂപയാണ് ടോൾ നിരക്ക്. അതേസമയം പ്രദേശവാസികളിൽ നിന്ന് ടോൾ ഈടാക്കരുതെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അല്ലാത്തപക്ഷം ശക്തമായ സമരത്തിലേക്ക് നീങ്ങുമെന്ന് പ്രദേശവാസികൾ മുന്നറിയിപ്പ് നൽകി. ഈ പ്രദേശത്തെ മുഴുവൻ ആളുകൾ ഒരുപോണം ഉന്നയിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഒളവണ്ണ പഞ്ചായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അങ്ങാടിയെ പന്തീരങ്കാവ്. ആ പന്തീരങ്കാവ് പ്രദേശത്ത് ഞങ്ങൾ ദൈനംദിന ഇറങ്ങേണ്ട ആളുകളാണ് ഈ പ്രദേശവാസികൾ. അവർക്ക് തീർച്ചയായിട്ടും ഈ ടോളിൽ നിന്ന് ഈ മാസത്തിൽ 300 രൂപ എന്നുള്ള ആ ഒരു സംവിധാനം തന്നെ പൂർണ്ണമായിട്ട് എടുത്തൊഴിവാക്കണം. അല്ലാത്ത പക്ഷം ഇവിടെ ജനകീയ സമരത്തിന് ഇവിടെ നേതൃത്വം കൊടുക്കേണ്ടി വരും. ഒരു സംശയമില്ല ഇതിൽ. സർവീസ് റോഡ് നിർമ്മാണം കാര്യക്ഷമമല്ലാത്തതിനാൽ ദേശീയപാതയിൽ നിന്നുള്ള എൻട്രിയും എക്സിറ്റും അശാസ്ത്രീയമാണെന്നും ആക്ഷേപമുണ്ട്. ദേശീയപാത നവീകരണം പൂർണ്ണമായും പൂർത്തീകരിക്കാതെ ടോൾ പിരിവ് നടത്തുന്നതിനെതിരെ പ്രതിപക്ഷ കക്ഷികളും സമരം ആരംഭിച്ചു കഴിഞ്ഞു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 550 കിലോമീറ്റർ ദൂരമാണ് 6-വരിപ്പാതയുടെ നവീകരണം. ഇതിൽ 480 കിലോമീറ്റർ ദൂരം ഡിസംബറിൽ പൂർത്തിയാകുകയുള്ളൂ. അവശേഷിക്കുന്ന 70 കിലോമീറ്ററിലെ ദേശീയപാത നവീകരണം അടുത്ത വർഷം മാർച്ചിലും പൂർത്തിയാകുമെന്നാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വിശദീകരണം. നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ ടോൾ പിരിവ് നടത്തുന്നതിനെതിരെയാണ് പ്രതിഷേധം വ്യാപകമായിട്ടുള്ളത്. ദേശീയപാത വികസനം അനിവാര്യമാണെങ്കിലും ടോൾ പിരിവ് ഒരു പകൽക്കൊള്ളയാണെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവില്ല. പക്ഷേ ഈ ഭൂമി വിട്ടു നൽകിയ, ഇതിനോടൊപ്പം സഹകരിച്ച മനുഷ്യരെ തഴഞ്ഞുകൊണ്ട് ഒരിക്കലും അവർക്ക് ടോൾ ഏർപ്പെടുത്തുന്നത് നമുക്ക് യോജിക്കാൻ കഴിയുന്ന കാര്യമല്ല. ക്യാമറാമാൻ ശ്രീജിത്തിനൊപ്പം എസ് വിനേഷ് കുമാർ, അമൃത ന്യൂസ്, കോഴിക്കോട്. കോഴിക്കോട് പന്തീരങ്കാവിലെ ടോൾ പിരിവിനെതിരെ പ്രദേശവാസികൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് ചൂണ്ടിക്കാട്ടുന്നത്. പ്രദേശവാസികളുടെ കൂടുതൽ പ്രതികരണങ്ങൾ നോക്കാം. നമുക്ക് ഈ റോഡ് പണി പൂർണ്ണമായി തീർന്നിട്ടില്ല, സർവീസ് റോഡ് പൂർണ്ണമായി തീർന്നിട്ടില്ല. പ്രദേശവാസികൾക്കുള്ള ആ ടോൾ പിരിവ് നമുക്ക് ഒഴിവാക്കി കിട്ടണം. പിന്നെ അതുപോലെ തന്നെ ഈ അണ്ടർപാസിലേക്കുള്ള കണക്ഷൻ തീരെ ആയിട്ടില്ല, അതൊക്കെ റെഡിയാക്കണം. പിന്നെ ടോൾ പിരിവ് പണി പൂർണ്ണമായി തീർന്നിട്ടേ തുടങ്ങാവൂ. പ്രദേശവാസികളൊക്കെ ഈ റോഡിന് സ്ഥലം നൽകിയത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കൊരു സൗകര്യങ്ങൾ പിന്നീട് കിട്ടുമല്ലോ വിചാരിച്ചിട്ടാണ്. ഇതുവരെ നമുക്ക് അങ്ങനെയുള്ള യാതൊരു സൗകര്യങ്ങളും ഇല്ലാത്ത രീതിയിലാണ് റോഡ് പണി തീരുന്നതിന് മുന്നേ തന്നെ ഈ ഒരു ടോൾ പിരിവ് തുടങ്ങിയത്. സാധാരണഗതിയിൽ ടോൾ പിരിക്കേണ്ട ആവശ്യമാണ്. കാരണം എന്ന് വെച്ചാൽ അത് നമ്മുടെ നാടിൻ്റെ കൂടി ആവശ്യമാണ്. സാമ്പത്തികമായ രീതിയിൽ നമുക്കിതിൻ്റെ ഒരു ഉയർച്ച വരണം. കാരണം എന്ന് വെച്ചാൽ റോഡ് പണിക്ക് ചിലവായ തുക ഭീമമാണ്. പക്ഷേ പ്രദേശവാസികളെ അതിൽ നിന്ന് ഒഴിവാക്കി കിട്ടണം എന്നുള്ള ഏക ആഗ്രഹമാണ് ഞങ്ങൾ പറഞ്ഞത്. അതായത് ടോള് പ്രഖ്യാപിച്ച 20 കിലോമീറ്റർ പരിധിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇപ്പോൾ ഒരു എമൗണ്ട് പറഞ്ഞിട്ടുണ്ട്, മാസം 300 രൂപ. ആ 300 രൂപ ഞങ്ങൾക്ക് യോജ്യമല്ല. ഞങ്ങൾക്കത് ആ തീരുമാനം ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ കോഴിക്കോട് നിന്നും വിനേഷ് നൽകും. വിനീഷ്, ദേശീയപാതയിലെ ടോൾ പ്ലാസകൾ ക്രമസമാധാന പ്രശ്നമായി മാറുന്ന കാഴ്ചയാണല്ലോ കാണുന്നത്. ഈ ടോൾ കേന്ദ്രങ്ങളിൽ സംഘർഷം പതിവായിട്ടുണ്ട്. കോഴിക്കോട് ടോൾ കേന്ദ്രത്തിൽ വരും ദിവസങ്ങളിൽ പ്രതിഷേധം ശക്തമാകുമോ? ഒപ്പം പ്രശ്നം പരിഹരിക്കാൻ ഏത് രീതിയിലുള്ള ഇടപെടലാണ് ഉണ്ടാകുക? വിനീഷ്. അശ്വതി, ടോൾ സ്റ്റേഷനുകളിൽ സംഘർഷം പതിവാണ്. നമുക്കറിയാം, കേരളത്തിലെ ടോൾ സ്റ്റേഷനുകൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാം തന്നെ സംഘർഷം പതിവാണ്. കോഴിക്കോടും ആ ഒരു അവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. ഇതിൽ പ്രധാന കാര്യം നമുക്കറിയാം, ഈ ടോളുകൾ ഒരു പകൽക്കൊള്ള തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയിക്കേണ്ടതില്ല. കാരണം നമ്മളെല്ലാവിധ നികുതികളും, ഒരു വാഹനം ഇറക്കുമ്പോൾ നമ്മളെല്ലാവിധ നികുതികളും അതിൽ ഈ റോഡിന് നൽകേണ്ട നികുതി ഉൾപ്പെടെ നൽകി വാഹനം ഇറക്കുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ റോഡ് നവീകരിക്കപ്പെട്ടതിൻ്റെ ഒരു ടോൾ കൂടി ഈടാക്കുക എന്നുള്ളത് ഈ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഏതായാലും ഇതിനകത്ത് 2 വീലറും അതുപോലെ തന്നെ ഓട്ടോറിക്ഷ പോലുള്ള വാഹനങ്ങൾ മാത്രമാണ് ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത്. എന്തായാലും കോഴിക്കോട് കൂടോത്തുംപാറയിലാണ് ഇപ്പോൾ ടോൾ സ്റ്റേഷൻ ഉള്ളത്. ഈ 28 കിലോമീറ്റർ ദൂരം, വെങ്ങളം മുതൽ ഈ രാമനാട്ടുകര വരെ 28 കിലോമീറ്റർ ദൂരം ഇത് പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ടോൾ സ്റ്റേഷൻ ഏർപ്പെടുത്തുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ പ്രദേശവാസികൾ പറയുന്നത് ഈ 20 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു കാരണവശാലും ടോൾ ഈടാക്കരുത് എന്നാണ് പറയുന്നത്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ ശക്തമായ സമരത്തിലേക്ക്
ടോളിലേക്ക് പോകാൻ തന്നെയാണ് പ്രദേശവാസികളുടെ കൂട്ടായ്മ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിന് പ്രതിപക്ഷ കക്ഷികളുടെ പിന്തുണയുണ്ട്. ഇതിൻ്റെ ആദ്യഘട്ട സമരം എന്നുള്ള രീതിയിൽ കോൺഗ്രസ് സമരം ഈ ടോൾ പ്ലാസയ്ക്ക് മുമ്പിൽ സമരം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. വരും ദിവസങ്ങളിൽ വാഹനങ്ങൾ തടഞ്ഞുകൊണ്ട് ഉൾപ്പെടെയുള്ള സമരപരിപാടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. എന്തായാലും ആളുകൾ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ പാലക്കാട് പന്നിയങ്കരയിലെല്ലാം 8 കിലോമീറ്റർ, പന്നിയങ്കര ടോൾ സ്റ്റേഷനിൽ 8 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആളുകൾക്ക് വാഹനത്തിൽ സൗജന്യമായി നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ 20 കിലോമീറ്ററാണ് ഇവിടെയുള്ള ആളുകൾ ആവശ്യപ്പെടുന്നത്. ഒരു 10 കിലോമീറ്റർ ദൂരമെങ്കിലും ഒരുപക്ഷെ ഈ ടോൾ കമ്പനി അനുവദിക്കുകയാണെങ്കിൽ ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഗുണകരമായിരിക്കും. എന്തായാലും അത്തരത്തിലുള്ള ഒരു നീക്കം കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. അശ്വതി. 100ന്റെ നിറവിൽ RSS ശതാബ്ദി ചടങ്ങുകൾക്ക് ഡൽഹിയിലെ ഡോക്ടർ അംബേദ്കർ ഇന്റർനാഷണൽ സെന്ററിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. രാഷ്ട്ര നന്മയാണ് RSSന്റെ മുഖമുദ്രയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. 2047 വികസിത രാജ്യമായി ഇന്ത്യ മാറുമെന്നും അതിന് പ്രധാന പങ്ക് വഹിക്കുക RSS ആയിരിക്കുമെന്നും മോദി പറഞ്ഞു. ആഘോഷത്തിന്റെ ഭാഗമായി പ്രത്യേക തപാൽ സ്റ്റാമ്പും നാണയവും ചടങ്ങിൽ പുറത്തിറക്കി. 1925 രൂപീകൃതമായ രാഷ്ട്രീയ സ്വയം സേവക സംഘം 100ാം വാർഷികത്തിന്റെ നിറവിലാണ്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിപുലമായ പരിപാടികളാണ് ശതാബ്ദിയുടെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ളത്. ആഘോഷങ്ങളുടെ ഭാഗമായി ഡൽഹിയിൽ നടന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യാതിഥിയായി. RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബള, കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്, ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത എന്നിവർ സന്നിഹിതരായി. പ്രത്യേക തപാൽ സ്റ്റാമ്പും നാണയവും പ്രധാനമന്ത്രി ചടങ്ങിൽ പുറത്തിറക്കി. ഭാരതാംബയുടെ ചിത്രം ആലേഖനം ചെയ്തതാണ് 100 രൂപയുടെ നാണയം. RSSന്റെ കീഴിൽ നിരവധി സംഘടനകൾ ഉണ്ടെങ്കിലും രാഷ്ട്രം എന്ന ഒറ്റ ലക്ഷ്യം മാത്രമാണ് സംഘടനകൾക്കുള്ളതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വ്യക്തി രൂപീകരണത്തെ പോലെ പ്രധാനമാണ് രാഷ്ട്ര രൂപീകരണവും. അതാണ് നിലവിൽ RSS ചെയ്യുന്നത്. രാജ്യമാണ് വലുതെന്നതാണ് RSSന്റെ നിലപാട്. അതുകൊണ്ടാണ് സ്വാതന്ത്ര്യ സമരത്തിൽ ഉൾപ്പെടെ നിരവധി സംഘപ്രവർത്തകർക്ക് ജീവൻ നൽകേണ്ടി വന്നത്. വേദങ്ങൾ ഒന്നുമില്ലാതെ എല്ലാവരെയും ഒരുപോലെ കാണാനാണ് RSS പഠിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. राष्ट्र चेतना समय समय पर उस युग की चुनौतियों का सामना करने के लिए नए नए अवतारों में प्रकट होती है. इस युग में संघ उसी अनादि राष्ट्र चेतना का पुण्य अवतार है. വിജയദശമി ദിനമായ നാളെ സർസംഘ് ചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് സംഘടനയുടെ ആസ്ഥാനമായ നാഗ്പൂരിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വിപുലമായ പരിപാടികളാണ് നടക്കുക. നാളെ സ്വയം സേവകരുടെ പഥസഞ്ചലനമടക്കം നടക്കും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. RSS പഥസഞ്ചലനത്തിൽ ഗണവേഷത്തിൽ പങ്കെടുത്ത മുൻ DGP ജേക്കബ് തോമസ്. എറണാകുളം കുമാരപുരത്ത് നടന്ന RSSന്റെ വിജയദശമി മഹോത്സവത്തിലാണ് ജേക്കബ് തോമസ് എത്തിയത്. കേരളത്തിൽ CPM നടത്തിയ വ്യാജ പ്രചാരണങ്ങളാണ് RSSന് നെഗറ്റീവ് ഇമേജ് ഉണ്ടാകാൻ കാരണമെന്ന് ജേക്കബ് തോമസ് പറഞ്ഞു. അധർമ്മത്തിൽ ഊന്നിയ ഭരണമാണ് സംസ്ഥാനത്തുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എറണാകുളം ജില്ലയിലെ കുമാരമംഗലത്ത് നടന്ന RSS പഥസഞ്ചലനത്തിലാണ് ഗണവേഷത്തിൽ മുൻ DGP ജേക്കബ് തോമസ് എത്തിയത്. സാംസ്കാരിക ശക്തിയില്ലാത്തവർ ബലഹീനരാണെന്നും സാംസ്കാരിക ശക്തിയുള്ള വ്യക്തിത്വങ്ങളെ രൂപപ്പെടുത്തുകയാണ് RSSന്റെ ഉദ്ദേശമെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ശക്തി ആർജിക്കുക നമ്മൾ ഓരോരുത്തരും ഓരോ വ്യക്തിയും എന്നുള്ളതാണ് RSSന്റെ ഒരു ഉദ്ദേശ ലക്ഷ്യം. കേരളത്തിൽ CPM അഴിച്ചുവിട്ട വ്യാജ പ്രചരണങ്ങൾ കാരണമാണ് RSSന് മോശം ഇമേജ് ഉണ്ടായതെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഞാനൊരു സ്വയം സേവകമായിട്ട് നമ്മുടെ രാഷ്ട്ര നിർമ്മാണത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന എൻ്റെ കഴിവുകൾ, എൻ്റെ ശക്തി, എൻ്റെ സമയം ഒക്കെ ഉപയോഗിച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്യും. എന്തുകൊണ്ടാണ് RSSന് ഒരു കോൺട്ര അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഇമേജ് ഉള്ളത് എന്നുള്ളതിന് കുറേയധികം കാരണങ്ങളുണ്ട്. CPM അഴിച്ചുവിട്ട അക്രമത്തിൻ്റെ ഭാഗമായിട്ട് കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അക്രമം നടത്തുമ്പോൾ അതിനു മുമ്പ് പ്രചരണവും നടത്തുമല്ലോ. ഒരു CPMൻ്റെ ഒരു പ്രചരണം ഉണ്ട്, RSS മോശമാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട്. വീണ്ടും സ്ഥാനാർത്ഥിയാകുമോ എന്ന ചോദ്യത്തിന് എല്ലാം പാർട്ടി തീരുമാനിക്കട്ടെ എന്നായിരുന്നു മുൻ DGPയുടെ മറുപടി. അമൃത ന്യൂസ്, കൊച്ചി. കായിക വാർത്തകൾ നോക്കാം. UEFA ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ ഇന്ന് വമ്പൻ പോരാട്ടം. നിലവിലെ ചാമ്പ്യന്മാരായ PSG-യും സ്പാനിഷ് ചാമ്പ്യന്മാരായ ബാഴ്സലോണയും ഏറ്റുമുട്ടും. രാത്രി 12:30 മത്സരം. മറ്റു മത്സരങ്ങളിൽ ആഴ്സണൽ ഒളിമ്പിയാക്കോസിനെയും വിയാറയൽ യുവൻസിനെയും മൊണാക്കോ മാഞ്ചസ്റ്റർ സിറ്റിയെയും നേരിടും.
ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ഫൈനലിന് ശേഷമുണ്ടായ വിവാദങ്ങളിൽ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ പ്രസിഡന്റ് മൊഹസിൻ നഖ്വിക്കെതിരെ BCCI നഖ്വിയെ ഇംപീച്ച് ചെയ്യാനായി BCCI നടപടികൾ ആരംഭിച്ചു എന്നാണ് റിപ്പോർട്ട്. പാകിസ്ഥാൻ മന്ത്രി കൂടിയായ നഖ്വി പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ ചെയർമാനുമാണ്. ഏഷ്യ കപ്പ് ട്രോഫിയും മെഡലുകളും ഇന്ത്യക്ക് എപ്പോൾ ലഭിക്കുമെന്ന കാര്യത്തിൽ വ്യക്തത ലഭിക്കാത്തതിനെ തുടർന്നാണ് BCCIയുടെ നീക്കം. ട്രോഫി നൽകാത്തത് ACC പെരുമാറ്റച്ചട്ടത്തിന്റെയും പ്രോട്ടോകോളിന്റെയും ലംഘനമാണെന്ന് BCCI ആരോപിക്കുന്നു. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഒന്നാം ടെസ്റ്റിന് നാളെ അഹമ്മദാബാദിൽ തുടക്കം. 2 ടെസ്റ്റുകളുടെ പരമ്പരയിലെ ആദ്യ മത്സരം രാവിലെ 9:30 ആരംഭിക്കുന്നത്. പിച്ചിന്റെ സ്വഭാവം കൂടി കണക്കാക്കിയായിരിക്കും അന്തിമ 11 ഇന്ത്യ തീരുമാനിക്കുക. 3 സ്പിന്നറെ കളിപ്പിക്കാൻ തീരുമാനിച്ചാൽ രവീന്ദ്ര ജഡേജ, വാഷിംഗ്ടൺ സുന്ദർ എന്നിവർക്ക് പുറമെ കുൽദീപ് യാദവ്, അക്സർ പട്ടേൽ എന്നിവരിൽ ഒരാളാകും അന്തിമ 11-ൽ ഇടം നേടുക. അതേസമയം ബുംറ, മുഹമ്മദ് സിറാജ് എന്നിവരാകും പേസർമാർ. അതേസമയം റോസ്റ്റൺ ചേസിന്റെ നേതൃത്വത്തിൽ ഇറങ്ങുന്ന വിൻഡീസ് ടീമിന് പരിക്ക് ഭീഷണിയാണ്. പരിക്കേറ്റ അൽസാരി ജോസഫിന് പകരം ജഡി ബ്ലേഡിനെ വിൻഡീസ് ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ നടൻ വിജയ് അവഗണിച്ചതായി റിപ്പോർട്ട്. കരൂർ ദുരന്തത്തിന് പിന്നാലെ അമിത്ഷായുടെ ഓഫീസിൽ നിന്നും ഫോണിൽ വിജയെ ബന്ധപ്പെട്ടെങ്കിലും സംസാരിക്കാൻ താൽപ്പര്യമില്ലെന്ന് അറിയിക്കുകയായിരുന്നു. അതിനിടെ ദുരന്തത്തിൽ TVK നേതാക്കൾക്ക് പോലീസ് നോട്ടീസ് അയച്ചു. കരൂരിലെ പരിപാടിയുടെ മുഴുവൻ വീഡിയോ ഫുട്ടേജുകളും ഹാജരാക്കണമെന്നാവശ്യപ്പെട്ടാണ് TVK നേതാക്കൾക്ക് നോട്ടീസ് അയച്ചത്. ജോയിന്റ് സെക്രട്ടറി നിർമ്മൽ കുമാറിനാണ് നോട്ടീസ് അയച്ചിട്ടുള്ളത്. രാവിലെ അർജുൻ ആദവയുടെ വീട്ടിലെത്തി നോട്ടീസ് നൽകിയിരുന്നു. അതിനിടെ വിജയുടെ സംസ്ഥാന പര്യടനം മാറ്റിവെച്ചെന്ന വാർത്തയും പുറത്തു വന്നിട്ടുണ്ട്. അടുത്ത 2 ആഴ്ചത്തെ പൊതുയോഗങ്ങൾ മാറ്റിയെന്നാണ് TVK സെക്രട്ടേറിയറ്റിനെ അറിയിച്ചത്. പാർട്ടി കോൺഗ്രസിന് പിന്നാലെ CPI സംസ്ഥാന നേതൃഘടനയിലും സുപ്രധാന മാറ്റം. 11 അംഗ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടി രൂപീകരിച്ച് ത്രിതല സംവിധാനം ശക്തിപ്പെടുത്തുന്നു. സെക്രട്ടേറിയറ്റിന് പുറമെ 25 അംഗ സംസ്ഥാന എക്സിക്യൂട്ടീവിനെയും തെരഞ്ഞെടുത്തു. E ചന്ദ്രശേഖറിന് പകരം സത്യൻ മൊകേരി അസിസ്റ്റന്റ് സെക്രട്ടറിയാകും. VS സുനിൽകുമാർ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഇടം നേടി. CPIക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റ് സംവിധാനം മുമ്പുണ്ടായിരുന്നുവെങ്കിലും പിന്നീട് സംസ്ഥാന കൗൺസിലും എക്സിക്യൂട്ടീവും മാത്രമായി ചുരുങ്ങിയിരുന്നു. എന്നാൽ കൗൺസിലും എക്സിക്യൂട്ടീവിനും പുറമെ സെക്രട്ടേറിയറ്റും രൂപീകരിച്ച് ത്രിതല സംവിധാനത്തിലാകും ഇനി സംസ്ഥാന നേതൃത്വം മുന്നോട്ടു പോകുക. ഇതനുസരിച്ച് 11 അംഗ സംസ്ഥാന സെക്രട്ടേറിയറ്റും 25 അംഗ എക്സിക്യൂട്ടീവും രൂപീകരിച്ചിട്ടുണ്ട്. 2 അസിസ്റ്റന്റ് സെക്രട്ടറിമാരിൽ PP സുനീർ തുടരും. E ചന്ദ്രശേഖരൻ ഒഴിഞ്ഞപ്പോൾ സത്യൻ മൊകേരി പകരം ചുമതലയേറ്റു. VS സുനിൽകുമാറും CN ചന്ദ്രനും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇടം പിടിച്ചു. സ്റ്റേറ്റ് കൗൺസിൽ തീരുമാനിച്ചത് പാർട്ടി പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലവും സംഘടിതവും ദൈനംദിനം വഹിക്കേണ്ട പങ്ക് ഫലപ്രദമായി ചെയ്യാനും പര്യാപ്തമാകും വിധം സെക്രട്ടേറിയറ്റ് കൂടി പാർട്ടിക്ക് വേണമെന്നാണ്. ബിനോയ് വിശ്വത്തിനെതിരായ വിവാദ സംഭാഷണത്തിൽ ഉൾപ്പെട്ട KM ദിവാകരനെ എക്സിക്യൂട്ടീവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബിനോയ് വിശ്വത്തിനു പുറമെ അസിസ്റ്റന്റ് സെക്രട്ടറിമാരെയും മന്ത്രിമാരെയും ഉൾപ്പെടുത്തിയാണ് 11 അംഗ സെക്രട്ടേറിയറ്റ് രൂപീകരിച്ചിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ക്ഷാമബത്ത 3% വർദ്ധിപ്പിച്ചു. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിന്റേതാണ് തീരുമാനം. ജൂലൈ 1 മുതൽ മുൻകാല പ്രാബല്യമുണ്ടാകും. 49 ലക്ഷം ജീവനക്കാർക്കും 69 ലക്ഷം പെൻഷൻകാർക്കും ഗുണം ലഭിക്കും. 10,085 കോടി രൂപ ഇതിനായി മാറ്റിവെച്ചു. ജനുവരി ആദ്യം 2% ക്ഷാമബത്ത വർദ്ധിപ്പിച്ചിരുന്നു. നിരക്കിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്കിന്റെ പണനയം. റിപ്പോ നിരക്ക് 5.5% തുടരും. GDP അനുപാതം 6.8% പരിഷ്കരിച്ചു. ചരക്ക് സേവന നികുതിയിലെ പരിഷ്കാരം പണപ്പെരുപ്പത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്തുമെന്നും ഉപഭോഗത്തെയും വളർച്ചയെയും ഉത്തേജിപ്പിക്കുമെന്നും RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര പറഞ്ഞു. Will help align our guidelines with international standards adapted to our national conditions and priorities, and strengthen the capital adequacy framework for the banks and the all India financial institutions. ഫെബ്രുവരി മുതൽ തുടർച്ചയായി 1% കുറച്ച ശേഷം ഓഗസ്റ്റിലെ യോഗത്തിലാണ് റിപ്പോ 5.5% ബാങ്കുകൾക്ക് RBI വായ്പ നൽകുമ്പോൾ ഈടാക്കുന്ന പലിശയായ റിപ്പോ നിരക്ക് ഫെബ്രുവരിയിൽ 6.5%. നിലവിലെ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതികൾ വിലയിരുത്തിയ ശേഷമാണ് നയപ്രഖ്യാപനം. രൂപയുടെ മൂല്യം ഡോളറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇടിയുന്ന ഒരു സാഹചര്യത്തിൽ ഇനിയൊരു നിരക്ക് കുറയ്ക്കൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വീണ്ടും രൂപയുടെ മൂല്യത്തെ സാരമായി ബാധിച്ചേക്കും എന്നുള്ള ഒരു ആശങ്ക വിപണിയിലുണ്ട്.
ആ ഒരു പശ്ചാത്തലത്തിലാണ് നിരക്ക് കുറയ്ക്കാതിരുന്നത്. അതിനിടെ സ്വർണ്ണവിലയിൽ ഇന്നും വർധനവുണ്ടായി. റെക്കോർഡ് വില വർധനവാണ് സ്വർണ്ണ വിപണിയിൽ കാണുന്നത്. സ്വർണ്ണവില പവന് 87,000 രൂപയായി. 10,875 രൂപയാണ് ഗ്രാമിന്റെ വില. അമേരിക്ക ഫെഡറൽ റിസർവുകളിൽ വരുത്തിയ മാറ്റം സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് അമൃത TV. സോനം വാങ്ചുക്കിനെ വേട്ടയാടുന്നുവെന്ന കുടുംബത്തിന്റെ ആരോപണം തള്ളി ലഡാക്ക് ഭരണകൂടം. വാങ്ചുക്കിനെതിരെ മതിയായ തെളിവുകളുണ്ടെന്ന് ഭരണകൂടം വ്യക്തമാക്കി. അതേസമയം ലഡാക്കിനെ സമാധാന പാതയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി താഴ്വരയിൽ നിയന്ത്രണങ്ങൾ കുറച്ചു. ഇതോടെ സംഘടനകൾ ചർച്ചയ്ക്ക് തയ്യാറാകുമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രതീക്ഷ. സെപ്റ്റംബർ 24-നാണ് ലഡാക്കിലെ പ്രതിഷേധം അക്രമാസക്തമായത്. 4 പേരുടെ മരണത്തിനിടയാക്കിയ സംഭവത്തിലാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച സോനം വാങ്ചുക്കിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. നിലവിൽ ജോധ്പൂർ സെൻട്രൽ ജയിലിൽ റിമാൻഡിലാണ് വാങ്ചുക്ക് ഉള്ളത്. വാങ്ചുക്കിനെ ഭരണകൂടം വേട്ടയാടുന്നു എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകിയതിന്റെ പേരിലാണ് നടപടിയെന്നും വാങ്ചുക്കിന്റെ ഭാര്യ ഉൾപ്പെടെ ആരോപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ലഡാക്ക് ഭരണകൂടം മറുപടിയുമായി എത്തിയത്. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് സോനം വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്തത് എന്ന് ലഡാക്ക് ഭരണകൂടം പറയുന്നു. വിദേശ സംഭാവന ചട്ടം ലംഘിച്ചതുൾപ്പെടെ നിരവധി പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്ന് ലഡാക്ക് ഭരണകൂടം വ്യക്തമാക്കി. വാങ്ചുക്കിന്റെ പ്രകോപനപരമായ നിലപാടുകൾ സംഘർഷത്തിന് ആക്കം കൂട്ടിയെന്നും ഭരണ നേതൃത്വം കുറ്റപ്പെടുത്തുന്നു. അതേസമയം അനുനയ നീക്കങ്ങൾ കേന്ദ്ര സർക്കാർ ശക്തമാക്കിയിട്ടുണ്ട്. ചർച്ചകളിൽ സംഘടനകളെ പങ്കെടുപ്പിക്കാനുള്ള നീക്കം സർക്കാർ ശക്തമാക്കി. ഇളവുകൾ നൽകിയതോടെ സംഘടനകൾ ചർച്ചയ്ക്ക് തയ്യാറാകുമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രതീക്ഷ. സംഘർഷത്തിന് ശേഷം ജനജീവിതം സാധാരണ നിലയിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. സംസ്ഥാന പദവി, തദ്ദേശീയർക്ക് സംവരണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വാങ്ചുക്കിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം മുന്നോട്ടു പോയിരുന്നത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി.